ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമുക്ക് ഉഴുന്നുവടയുടെയും ഇഡ്ഡലിയുടെയും ദോശയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള അടിപൊളി ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിനായി ആദ്യം നമുക്ക് പൊട്ടുകടല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിലേക്ക് 1/4 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി കളർ മാറി വരണം. പൊട്ടുകടല ചെറുതായി ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുക്കുമ്പോൾ ചട്നിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ പൊട്ടുകടലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് ഉണ്ടാക്കുമ്പോൾ ചട്നിക്ക് നല്ലൊരു തിക്നെസ്സും ലഭിക്കും. ഇപ്പോൾ പൊട്ടുകടല എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പൊട്ടുകടല ഫ്രൈ ചെയ്തെടുത്തതിലോട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചെറിയൊരു പീസ് പുളി ചേർത്ത് കൊടുക്കാം. 2 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ചട്നി നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റാം. പൊട്ടുകടലയും കൂടെ ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചട്നിയേക്കാളും നല്ല തിക്നെസ് ഉണ്ടായിരിക്കും. ഈ ചട്നി ഉഴുന്നുവടയുടെ, ഇഡ്ഡലിയുടെയും ദോശയുടെയും എല്ലാം കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ചട്നി താളിക്കാനായിട്ട് പൊട്ടുകടല ഫ്രൈ ചെയ്ത് വെച്ച് അതേ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 പിരിയൻമുളക് കട്ട് ചെയ്ത് വെച്ചതും അല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ചട്നി ഒന്ന് റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.